ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറെ നാൾ മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് പാതിരാത്രിക്ക് ബിരിയാണി കഴിക്കാൻ പോയിരുന്നു. അദ്ദേഹം വീണ്ടും ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അതെ, അന്ന് ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയില്ല. ഞങ്ങൾ 10 മണി കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയില്ല. ചെമ്പ് കഴിയ വെള്ളം പോലും ഇല്ലായിരുന്നു അവിടെ. അപ്പൊ ഇന്ന് അദ്ദേഹം ബിരിയാണിക്ക് വേണ്ടിയിട്ട് വയറൊക്കെ കാലിയാക്കി വന്നേക്കാണ്. അല്ല, വയറ് കാലിയാക്കാൻ പോകണം. അത് അതായത് ആറന്മുള വള്ളസദ്യ കഴിഞ്ഞിട്ട് വരുന്ന വരവാണ് അല്ലെ. എന്നിട്ട് പോലും വയറ് നിറഞ്ഞിട്ട് പോലെ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് അതാണ് കമ്മിറ്റ്മെന്റ്. ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ കാല് മാത്രമേ നമുക്കിപ്പോ കാണാൻ പറ്റുന്നുള്ളൂ. അദ്ദേഹം സദ്യ കഴിച്ച ക്ഷീണത്തിൽ അവിടെ വിശ്രമിക്കുകയാണ്. അപ്പോ നമുക്കിപ്പോ നേരെ അങ്ങോട്ട് പോവാം. അതെ, നമുക്ക് അലായിസി പോയിട്ട് അന്ന് കിട്ടാത്ത ബിരിയാണി ഇന്ന് കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയുള്ള യാത്രകളൊക്കെ ചെറുതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ആലപ്പുഴ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്നത് ഇന്ന് ശനിയാഴ്ചയാണ്, പക്ഷെ തിരക്കിച്ച് കുറവാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് ഉല്ലസിച്ചിട്ട് നമുക്ക് ഫുഡ് അടിക്കാൻ പോകാൻ വിചാരിച്ചു അല്ലേ. കഴിഞ്ഞ തവണ ബിരിയാണി കഴിക്കാൻ പറ്റാത്ത ഞങ്ങൾ ഇപ്രാവശ്യം തീർക്കാൻ പോവാണ്. കഴിഞ്ഞ തവണ ബിരിയാണി കിട്ടുമോ ഇല്ലയോ? കിട്ടുമായിരിക്കും. ഇത്ര സമയമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴാണ് രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാണ് ചെന്നു. അവസാനം ഞങ്ങൾ അൽഫാമും പിന്നെന്തൊരു സാധനം ഉണ്ടാകുന്ന മുഹബത്ത് അതെല്ലാം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ നിന്ന് നേരെ ഹലായിസ് ഹോട്ടലിലേക്ക് എത്തി. ഇതാണ് ഹലായിസ് ഹോട്ടൽ. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ആലപ്പുഴയിലെ. ഇത് ഹലായിസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഒരു കനാലുണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട്. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. അവിടെ നമുക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാൻ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഊഞ്ഞാലും കാര്യങ്ങളും കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ ഹലായിസ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. കാണുമായിരിക്കും. അപ്പോൾ ഇത്ര സമയമായിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും ബിരിയാണി ഉണ്ടാകുന്ന പ്രതീക്ഷ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് എന്ന് നോക്കാം. ഹോട്ടലിൽ കണ്ടിരിക്കുകയാണ്. ഓർഡർ കൊടുക്കുന്നുണ്ട്. ബിരിയാണി ഉണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ട്, പല ടൈപ്പ് ബിരിയാണീസ് ഉണ്ട്. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, മട്ടൺ ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും ബിരിയാണി ഉണ്ടല്ലേ. എല്ലാ ബിരിയാണി ഉണ്ട്. അപ്പോൾ ബിരിയാണി വന്നിട്ട് നമുക്കത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ചിക്കൻ 3 തരം ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാക്കനെയാണ്. പ്രാവശ്യം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പൊളിക്കാം. ഓക്കെ, ഇടയ്ക്കുള്ള വീഡിയോസ് കൂടെ ഇടാം. അതിലുള്ള നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാം. ഹലായിസിൻ്റെ ബിരിയാണിയാണ്. ആദ്യം കുറച്ച് റൈസ്, അച്ചാറ്, സൂപ്പർ അച്ചാറാണ്. മസാലയുടെ ഉള്ളിലുണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. ആലപ്പുഴയിലെ ഹലായിസ് ഹോട്ടൽ ഏറെക്കുറെ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല ഹെവി ഫുഡിങ് ആണ്. ഭയങ്കരമായ ഫുഡിങ്ങാണ്. കഴിഞ്ഞ വാശി മൊത്തം കിട്ടും. വയറിൽ നിറഞ്ഞ് കവിയാറായി. ആരെങ്കിലൊക്കെ ആലപ്പുഴ ബീച്ചിലോട്ടൊക്കെ വരണമെങ്കിൽ ഹലായിസ് ഹോട്ടൽ മിസ് ചെയ്യണം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഞാൻ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഈ കടയിൽ. എപ്പോഴൊക്കെ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ പോലും ഹലായിസ് കയറാതെ ഞാൻ പോകാം. എന്നാലും നമ്മൾ അന്നത്തെ ആ ഒരു പരാതി അവസാനിപ്പിക്കുകയാണ്. കാരണം അന്ന് ഞങ്ങൾക്ക് വരാനല്ല, ഫുഡ് കിട്ടിയിട്ടില്ല. ഇന്ന് എന്തായാലും ആ പരാതി തീർത്തിട്ടുണ്ട്. ഓക്കെ, വിത്ത് ബീഫ് ഫ്രൈ. രണ്ടാമത്തെ റൈസാണ്. ആദ്യത്തെ ഒരു ഫുൾ ബിരിയാണി കഴിഞ്ഞു. വീണ്ടും ഒരു ഹാഫ് റൈസും കൂടെയാണ് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ പരാതി ഞങ്ങളിന്ന് തീർത്തിരിക്കുകയാണ്. അതായത് ബിരിയാണി കിട്ടിയില്ല എന്നുള്ള ആ വിഷമം മാറി. 1.5 ബിരിയാണി. ഞാൻ 1/2 ബിരിയാണി ഉള്ളായിരുന്നു. എനിക്ക് അതോടെ മതിയായി. വയറെല്ലാം നല്ല ഡയറ്റാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും എപ്പിസോഡ് വരാൻ ശ്രമിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊന്ന് അടിച്ച് അമർത്തി പൊട്ടിക്കാം.